കോൺഗ്രസിൽ കലഹം എന്ന് പറഞ്ഞാൽ അതിനൊരു പുതുമയേയില്ല. പക്ഷേ ഏറെ പ്രതീക്ഷയോടുകൂടി അധികാരത്തിലെത്തിയ ഒരു UDF സർക്കാർ, അതിലെ മുഖ്യമന്ത്രിയാണ് ഈ കലഹത്തിലെ ഒരു കക്ഷി എന്ന് പറയുമ്പോൾ അതിൽ അല്പം പുതുമയുണ്ട്. മറുഭാഗത്ത് KSU നേതാക്കളാണ്. KSUയുടെ സംസ്ഥാന പ്രസിഡൻ്റാണ്. ഗവൺമെൻറ് പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ടുള്ള വിവാദമാണ് വലിയ തർക്കത്തിലേക്കും പരസ്യപ്പോരിലേക്കും ഈ പാർട്ടിയെ ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്നത്. KSUവിൽ തന്നെ ഇത് ഗ്രൂപ്പ് പോരിലേക്ക് മാറിയിട്ടുണ്ട്. VM സുധീരൻ KSU സംസ്ഥാന പ്രസിഡന്റിനെ പരസ്യമായി അഭിനന്ദിക്കുന്നുണ്ട്. എന്നാൽ KC വേണുഗോപാൽ അടക്കമുള്ള പല നേതാക്കളും വളരെ പക്വമായ മറുപടികളൊക്കെ ഇക്കാര്യത്തിൽ പറയുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇത് VD സതീശനും KSU പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറും തമ്മിലുള്ള ഒരു വ്യക്തിപരമായ പ്രശ്നം മാത്രമാണോ, അല്ലെങ്കിൽ VD സതീശൻ പല കാര്യങ്ങളിലും സ്വന്തം ഇഷ്ടപ്രകാരം തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടോ തുടങ്ങിയ നിരവധി വിഷയങ്ങൾ ഇപ്പോൾ ചർച്ചയായി വരുന്നുണ്ട്. നിഷാദ്, എന്ത് തോന്നുന്നു? ഈ ഒരു വിഷയം എന്ന് പറയുന്നത് കേവലം ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്നുണ്ടായതാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും വാശിപ്പുറത്തുണ്ടാവുന്നതാണോ, അല്ലെങ്കിൽ ഈ സർക്കാരിൻ്റെ ഒരു ഭാവി നിർണ്ണയിക്കുന്ന അല്ലെങ്കിൽ സൂചിപ്പിക്കുന്ന വലിയൊരു കലഹത്തിലേക്ക് പോകാനുള്ള സാധ്യത സൂചിപ്പിക്കുന്ന ഒന്നാണ്? പല ഘടകങ്ങളിനകത്തുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നാമത്തെ കാര്യം, ഇവർ തമ്മിലുള്ള ഈ തർക്കത്തിനപ്പുറം ഈ GP നിയമനത്തിനകത്ത് കോൺഗ്രസ്സുകാരല്ലാത്ത കോൺഗ്രസ് രാഷ്ട്രീയത്തോടും UDF രാഷ്ട്രീയത്തോടും അനുഭവമില്ലാത്തവർ എങ്ങനെ കടന്നുകൂടി എന്ന വിമർശനം അവിടെ നിൽക്കുകയാണ്. ആ വിമർശനം അകത്തുനിന്ന് ഉയർന്നു വന്നതാണെങ്കിലും ഇന്ന് ആ വിമർശനം പൊതുസമൂഹത്തിന് മുമ്പിലുണ്ട്. എങ്ങനെയാണ് സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി നിന്നിരുന്ന ഒരാൾ UDF സർക്കാരിൻ്റെ കാലത്ത് ഗവൺമെൻറ് പ്ലീഡറായി മാറിയത്? ആ ചോദ്യത്തിന് മുഖ്യമന്ത്രി VD സതീശൻ വാർത്താ സമ്മേളനത്തിൽ മറുപടി പറയുന്നത് ഞങ്ങളുടെ ലോയേഴ്സ് കോൺഗ്രസിൻ്റെ ഒരു ശുപാർശകത്ത് കയ്യിലുണ്ട് എന്നാണ്. ആ ശുപാർശകത്ത് കയ്യിൽ വെച്ചിട്ട് അദ്ദേഹം ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിയമനം നടന്നിട്ടുള്ളത്, ഞങ്ങൾ പരിശോധിക്കുകയും ചെയ്തു, തീർന്നില്ലേ നിങ്ങളുടെ വിവാദം എന്നാണ്. ഞാൻ ആവർത്തിച്ച് പറഞ്ഞത് അങ്ങനെ തീരില്ലല്ലോ. നമ്മൾ സർക്കാരിനോട് ചോദിക്കുന്നത്, നിങ്ങൾ ഭരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് സംഘപരിവാർ ആഭിമുഖ്യമുള്ള ആളുകൾ, ഇന്നലെ വരെ സംഘപരിവാറിൻ്റെ ഭാഗമായിരുന്ന ആളുകൾ GP ആയി വന്നത്? അതിനെക്കുറിച്ച് സർക്കാരിനോട് ചോദിക്കുമ്പോൾ ഞങ്ങളുടെ പോഷക സംഘടനയുടെ കത്തുണ്ട് എന്ന് പറഞ്ഞാൽ പൊതുസമൂഹത്തിനുള്ള മറുപടിയായില്ല. അത് അവരുടെ കമ്മിറ്റിയിൽ അവർക്ക് പറയാം, ഈ സംഘടനയുടെ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിയമിച്ചതാണ്, അത് അവർക്ക് തമ്മിൽ സെറ്റിൽ ചെയ്യാൻ പറ്റും. നമ്മുടെ ചോദ്യം അതല്ല. ആഫ്റ്റർ ഓൾ എങ്ങനെയാണ് ഇയാളോട് വന്നത്? അതിപ്പോൾ സംഘടനയുടെ കത്താവാം, അല്ലെങ്കിൽ MP യുടെ ശുപാർശയാവാം, അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും ശുപാർശയാവാം, പ്രത്യേക താല്പര്യമാവാം. അത് വിശദീകരിക്കപ്പെട്ടിട്ടില്ല. വിശദീകരിച്ചത് ഈ പോയിൻ്റാണ്. അതായത് ലോയേഴ്സ് കോൺഗ്രസിൻ്റെ കത്ത് കിട്ടി. ലോയേഴ്സ് കോൺഗ്രസിൻ്റെ കത്ത് കിട്ടിയെങ്കിൽ ആ ലോയേഴ്സ് കോൺഗ്രസിൻ്റെ കത്തിനകത്ത് സംഘപരിവാർ ആഭിമുഖ്യമുള്ള ഒരാളിങ്ങനെ പട്ടികയിൽ വന്നു. അതിനും ആര് മറുപടി പറയണം? മുഖ്യമന്ത്രി മറുപടി പറയണം, അല്ലെങ്കിൽ ആ പാർട്ടി മറുപടി പറയണം. ആ മറുപടി പറഞ്ഞിട്ടില്ല എന്ന സീരിയസ് ആയിട്ടുള്ള പ്രശ്നം നിൽക്കുന്നുണ്ട്. അല്ലാതെ അവരുടെ ആഭ്യന്തര നടപടിക്രമങ്ങളുടെ വിശദാംശങ്ങൾ മുഴുവൻ വാർത്താ സമ്മേളനത്തിൽ അവതരിപ്പിച്ചാൽ തീരുന്ന നല്ല പ്രശ്നം. അയാൾ നിയമിക്കപ്പെട്ടല്ലോ, ഹൗ? ആ ചോദ്യത്തിന് ആൻസർ ചെയ്യപ്പെടേണ്ടതുണ്ട്. രണ്ടാമത്തത്, ആ പ്രശ്നം ഉന്നയിച്ച ഘട്ടത്തിൽ VD സതീശൻ വേണമെങ്കിൽ വളരെ പക്വമായിട്ട് ആ പ്രശ്നത്തെ മറികടക്കാമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഈഗോ പെട്ടെന്ന് ഹേർട്ടായി. അതായത് താൻ എല്ലാ കാര്യത്തിലും വളരെ ഗംഭീരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് താൻ വിചാരിക്കുകയും തന്നെക്കുറിച്ച് ആളുകൾ വിചാരിക്കുകയും ചെയ്യുന്നു അദ്ദേഹം കരുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് തൻ്റെ ഒരു നിയമനം തെറ്റിപ്പോയെന്നും താൻ സംഘപരിവാറിന് താല്പര്യമുള്ള ചില പരിപാടികൾ ചെയ്യുന്ന ആളാണെന്ന് സ്വന്തം കൂട്ടത്തിൽ തന്നെയാണ് ആൾക്കാർ അഭിപ്രായം പറയുന്നത്. അതും ജൂനിയേഴ്സ് പറയുന്നു. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. ആ ഇഷ്ടക്കേട് അദ്ദേഹം തിരിച്ചു വളരെ പെട്ടെന്ന് തുറന്നടിച്ച പോലെ പ്രകടമാക്കി. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ശരിയാണ്, ഗവൺമെൻറ് പ്ലീഡറെ തീരുമാനിക്കുന്നത് ലോ കോളേജിലെ യൂണിറ്റ് കമ്മിറ്റി അല്ല, അതെല്ലാവർക്കും അറിയാം. പക്ഷേ ആ ടോണിനകത്തൊരു പ്രശ്നമുണ്ട്. ലോ കോളേജിലെ യൂണിറ്റ് കമ്മിറ്റിയാണോ പ്ലീഡറെ തീരുമാനിക്കുന്നത്? അല്ല, അവർക്കൊന്നും ഒരു കാര്യമില്ല. ആ ഭാഷയ്ക്കകത്തൊരു പ്രശ്നമുണ്ട്. അതായത് സർക്കാരിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ തീരുമാനിച്ചോളാം, അതിനകത്ത് ഒരുത്തനും അഭിപ്രായം പറയാൻ വേറെ വരേണ്ടതില്ല എന്ന് പറയുന്ന ഒരുതരം ആധിപത്യ രൂപമുള്ള സ്വഭാവത്തിൽ അദ്ദേഹം വർത്തമാനം പറഞ്ഞത്. അതാണ് അത്രയും ട്രിഗർ ചെയ്ത ആൾക്കാരെ മുഴുവൻ. അല്ലെങ്കിൽ അദ്ദേഹത്തിന് വളരെ കൂളായി പറയാം, ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്ത് തീരുമാനിച്ചിട്ടുള്ളതാണ്, യൂണിറ്റ് കമ്മിറ്റി ടേക്ക് എടുക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞാൽ പോലും ഓക്കെയാണ്. പക്ഷേ അങ്ങനെ ഒരു കാര്യവും അവർക്കില്ല. അദ്ദേഹം ആവർത്തിച്ച് പുഷ് ചെയ്ത് പറയുന്നുണ്ട്. അവിടെയാണ് ബാക്കിയുള്ളവരെല്ലാം ഇമോഷൻസിനെ അത് ഹേർട്ട് ചെയ്തത്. കാരണം അത് KSUക്കാരെ അങ്ങനെ പറയുമ്പോൾ പ്രശ്നമുണ്ട്. കാരണം KSUക്കാർ കഴിഞ്ഞ 10 വർഷക്കാലം ഈ സർക്കാരിനെതിരെ സമരം ചെയ്തിട്ട് അവരുടെ കൂടെ അധ്വാനത്തിൻ്റെയും ചോരയുടെയും അവരെപ്പോഴും പറഞ്ഞാണല്ലോ അതിൻ്റെ കൂടെ പ്രോഡക്റ്റാണ് ഈ സർക്കാർ. അങ്ങനെ KSUവിന് ഈ സർക്കാരിൽ, അല്ലെങ്കിൽ ഈ സർക്കാരിന് ഒരു കാര്യമില്ലെന്ന് വെച്ചാൽ എന്താ അവസ്ഥ? രണ്ടാമത്തെ പ്രശ്നം, KSU ഒരു രാഷ്ട്രീയ അഭിപ്രായം പറയുമ്പോൾ KSUവിൻ്റെ ഒരു വിമർശനം അവരിങ്ങനെ വളരെ വളരെ ലിമിറ്റഡായിട്ട് അവർ ഉന്നയിക്കുമ്പോൾ മുഖ്യമന്ത്രി അതിനെ കൈകാര്യം ചെയ്യേണ്ടത് ഒരിക്കലും ഇങ്ങനെ അല്ല. എന്ന് വെച്ചാൽ അത് KSUവിനൊരു വിലയില്ലായ്മ ഉണ്ടാക്കി കൊടുക്കും.
KSU വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയത്തിൽ അഭിപ്രായം പറയും. ആ വിഷയം ഞങ്ങൾ സീരിയസ് ആയിട്ട് ഡിസ്കസ് ചെയ്യും, അല്ലെങ്കിൽ ഞങ്ങളത് പരിഹരിക്കുമെന്ന് പറയുകയോ KSUവിൻ്റെ സംസ്ഥാന അധ്യക്ഷനുമായിട്ട് കൂടിക്കാഴ്ച നടത്തുകയോ അദ്ദേഹത്തോടൊപ്പം ഒരു വേദി പങ്കിടുകയൊക്കെ ചെയ്തുകൊണ്ടാണ് അത് പരിഹരിക്കേണ്ടത്. അല്ലാതെ KSUവിൻ്റെ സംസ്ഥാന അധ്യക്ഷനെ കണ്ടാൽ മുഖം തിരിച്ചു കളയുക, അയാൾക്ക് കൈ കൊടുക്കാതിരിക്കുക, അയാളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ധിക്കാരത്തിൻ്റെ ഫ്ലേവറുള്ള മറുപടി പറയുക എന്ന് വെച്ചാൽ പിന്നെ KSU എന്ന് പറയുന്ന സംഘടനയ്ക്ക് നാട്ടിലെന്താവില്ല. ഞാൻ ഇന്നലെയും പറഞ്ഞില്ലേ, പിണറായി വിജയനോട് നിങ്ങൾ SFI ഉണ്ടാക്കുന്ന ഏത് പ്രശ്നത്തെക്കുറിച്ച് ചോദിച്ചു നോക്ക്. നിയമസഭയ്ക്ക് അകത്തോ പുറത്തോ അദ്ദേഹം ഒരിക്കലും SFI തലപ്പുറത്തില്ല. SFIയുടെ രക്തസാക്ഷികളുടെ മുഴുവൻ പട്ടിയെടുത്ത് നിരത്തി വെച്ചുകൊണ്ട് SFI ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ, കേരള രാഷ്ട്രീയത്തിൽ നൽകിയിട്ടുള്ള സംഭാവനകളുടെ, കലാലയത്തിൽ അവരുടെ ഇടപെടലിൻ്റെ ചരിത്രം മുഴുവൻ പിണറായി വിജയൻ പറയും. എന്നിട്ട് അദ്ദേഹം അവസാനത്തെ ആ സംഭവത്തെ നമുക്ക് ചുമ്മാ തള്ളിക്കളയും. അത് ഒരു കോൺഫിഡൻസ് കൊടുക്കലാണ്. ഇതിപ്പോൾ പരസ്യമായി SFI പരസ്യമായിട്ട് പിണറായി വിജയനെ വിമർശിക്കില്ല. പക്ഷേ ഇത് ഒരു സീരിയസ് ആയിട്ടുള്ള പ്രശ്നം, എല്ലാവർക്കും ലോജിക്കലാണെന്ന് തോന്നുന്ന ഒരു വിമർശനമാണ് KSU മുന്നോട്ട് വെച്ചത്. ആ വിമർശനത്തെ അദ്ദേഹം എടുത്തില്ല എന്ന് മാത്രമല്ല, അതിനെ അദ്ദേഹം ആരോഗ്യകരമായും ക്രിയേറ്റീവായി ഡിസ്കസ് ചെയ്യുന്നതിനും കൈകാര്യം ചെയ്യുന്നതിന് പകരം അദ്ദേഹം അതിനെ പുച്ഛിക്കുന്ന ഒരു സ്വഭാവം കാണിച്ചു. അല്ല, അതിൽ അവർ പറയുന്ന സതീശൻ പക്ഷം പറയുന്ന ഒരു ന്യായം, ഇദ്ദേഹം ഈ ഒരു വിഷയം പാർട്ടിയിൽ ചർച്ച ചെയ്യണമായിരുന്നു, പാർട്ടിയുമായി സംസാരിക്കണമായിരുന്നു. പക്ഷെ അത് ചെയ്യാതെ നേരെ ആദ്യം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു, പബ്ലിക്കിൽ ഇത് ചർച്ചയാവുന്നതിന് ശേഷം മുഖ്യമന്ത്രിയെ കാണാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ ഒരു പകയായിരിക്കുമോ? അല്ല, അത് CPM-ലല്ലേ അത് പറയാൻ പറ്റുള്ളൂ. CPM-ലാണെങ്കിൽ പറയാം അതൊക്കെ പാർട്ടി ഘടകത്തിൽ ചർച്ച ചെയ്യണമായിരുന്നു. കോൺഗ്രസ് എങ്ങനെയാണോ? ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് VD സതീശൻ എങ്ങനെയാണ് പെരുമാറിക്കൊണ്ടിരുന്നത്? VD സതീശൻ ഉമ്മൻചാണ്ടി സർക്കാരിനെ നിലത്ത് നിർത്തിയിട്ടുണ്ടോ? അദ്ദേഹം എങ്ങനെയാണ് VD സതീശൻ എന്ന ബ്രാൻഡ് ഉണ്ടാക്കിയത്? ഇങ്ങനെ പുറത്തിറങ്ങി വന്ന് പാർട്ടി തീരുമാനങ്ങൾക്കെതിരെ വർത്തമാനം പറഞ്ഞും എൻ്റേത് മാത്രം ശരി വഴി, ഞങ്ങൾ മാത്രം ശരി രാഷ്ട്രീയത്തിൻ്റെ ആളുകൾ, ഹരിത MLA മാരെന്നൊക്കെ പറഞ്ഞിട്ട് സീനുണ്ടാക്കിയ ആളായ ആളല്ലേ VD സതീശൻ. എന്നാൽ VD സതീശൻ എമേജ് ചെയ്ത് എങ്ങനെയാണ്? ആ VD സതീശനും അദ്ദേഹത്തിൻ്റെ ആളുകളും പാർട്ടിക്കകത്തേ പറയാൻ പാടുള്ളൂ. അങ്ങനെ പാർട്ടി എവിടെയാണ് ഇപ്പോൾ ഉള്ളത്? ഇപ്പോൾ പാർട്ടി സംവിധാനം ഉണ്ടോ? പാർട്ടി പ്രസിഡൻ്റ് ഉണ്ടോ? പാർട്ടി പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി വിളിക്കുന്നുണ്ടോ? എവിടെ? കോൺഗ്രസിന് ഇപ്പോൾ കേരളത്തിലൊരു അധ്യക്ഷൻ പോലും ഇല്ല. പാർട്ടി സെറ്റപ്പ് ഇല്ല. ഇപ്പോൾ ഈ പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണങ്ങളിലൊന്ന് പാർട്ടി ഒന്നും ഒരു പരിശോധനയ്ക്കും പാർട്ടി ഇല്ല എന്നുള്ളതല്ലേ. അപ്പോൾ ആ പാർട്ടിയിൽ പറയണമെന്ന് പറയുന്നതിൽ UDF സത്യത്തിൽ, കോൺഗ്രസിൽ സത്യത്തിൽ വലിയ കാര്യമൊന്നുമില്ല. രണ്ടാമത്തത്, ഇപ്പം നോക്കൂ, ഈ സർക്കാർ അധികാരമേറ്റ 1.25 മാസമായിട്ടും പാർട്ടി എന്ന് പറയുന്ന ഈ സർക്കാർ നടത്തുന്ന ഒരു ഫോർമേഷൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന നിയമനങ്ങൾ, പരിപാടികൾ, സമീപനങ്ങൾ, ഇതിനെല്ലാം പരിശോധിക്കേണ്ട ഒരു സംവിധാനമാണ് പാർട്ടി. ആ പാർട്ടി ഇപ്പോൾ എവിടെയാണ്? പാർട്ടി സെറ്റപ്പേ ഇല്ല. KPC പ്രസിഡന്റ് ഇല്ല, അതിന് കമ്മിറ്റികളില്ല, ഒന്നുമില്ല. ആകെയുള്ളത് UDF യോഗം എന്ന UDF യോഗം അവർ ക്യാബിനറ്റിലാണ് ഇപ്പോൾ കാണുന്നത്. ക്യാബിനറ്റിൽ UDFൻ്റെ പ്രധാനപ്പെട്ട എല്ലാവരും ഉണ്ടല്ലോ. ആ ക്യാബിനറ്റിനെ അവർ UDF ആയിട്ട് കണ്ടു പോവാണ്. അത് മാത്രമേ നടക്കുന്നുള്ളൂ. വേറെ തരത്തിലുള്ള എന്തെങ്കിലും പരിപാടി അതിനകത്ത് നടക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പാർട്ടിയിൽ പറയണമായിരുന്നു എന്ന് പറയുന്നതിലും യുക്തി പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ സതീശൻ കുറച്ചുകൂടി മായത്തിൽ കൈകാര്യം ചെയ്യായിരുന്നു. അദ്ദേഹം നല്ല ഈഗോ ഉള്ള ആളാണ്. ആ ഈഗോ അതിന് ഹർട്ടായി. അദ്ദേഹം വളരെ വിജയശ്രീയിലാണ് ഇതിനായിട്ടുള്ള സഞ്ചാരം തുറന്നുകൊണ്ടിരിക്കുക. അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളിൽ തെറ്റുണ്ട് എന്ന് കൂടെയുള്ള ഒരാൾ തന്നെ പറയുന്നു എന്നതിന് തോന്നുന്നു. രണ്ടാമത്തെ കാര്യം, ആ പറച്ചിലിന് പിന്നിൽ വലിയ ആലോചനയുണ്ട് എന്നുള്ള സംശയം അദ്ദേഹത്തിന് വരുന്നു. ഇത് വെറുതെ ഒരു GP നിയമനവുമായി ബന്ധപ്പെട്ട പരാതി ഉന്നയിക്കലല്ല, മറിച്ച് തൻ്റെ ഇമേജിനെ ദുർബലപ്പെടുത്താൻ വലിയ ആസൂത്രണം നടക്കുകയും ആ ആസൂത്രണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ചാവേറായിട്ട് ഈ KSU അധ്യക്ഷൻ വരികയാണെന്ന് അദ്ദേഹത്തിന് തോന്നുന്നു. അതിലാണ് അദ്ദേഹത്തിന് ദേഷ്യം വന്നത്. മറ്റേ സംഗതി മാത്രമല്ല. അപ്പോൾ അതുകൊണ്ട് അതിനെ ഉയർന്നു വരുമ്പോഴേ അതിൻ്റെ തല വെട്ടിക്കളയാനുള്ള അദ്ദേഹത്തിൻ്റെ ആവേശമാണ് ആ പ്രതികരണത്തിൽ കണ്ടത്. അത് പക്ഷേ ഒരു കാര്യമുള്ളത്, അത് ഇതുവരെ ഉണ്ടായിരുന്ന വിമർശനങ്ങൾ പോലെയല്ല. അതിനകത്തൊരു സീരിയസ് ആയിട്ടുള്ള അത് ഡെവലപ്പ് ചെയ്തു. കാരണം ആ പാർട്ടിക്കകത്ത് തന്നെ 2 രൂപത്തിൽ ആളുകൾ വന്നു കഴിഞ്ഞു. സതീശൻ മുഖ്യമന്ത്രിയാകണമോ വേണ്ടയോ എന്ന വിഷയത്തിലായിരുന്നു ഇതിന് മുമ്പ് ആ പാർട്ടിക്കകത്ത് വലിയ ഭിന്നത കണ്ടതെങ്കിൽ 1.25 മാസത്തിന് ശേഷം ആദ്യമായി വളരെ ഗൗരവമുള്ള ഒരു ഭിന്നത ആ പാർട്ടിക്കകത്ത് പ്രകടമാണ്. KSUവിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെക്കുറിച്ച്, KSUവിനെ എങ്ങനെ വാല്യൂ ചെയ്യണമെന്നതിനെക്കുറിച്ച്, KSU നേതാക്കൾ എങ്ങനെ പെരുമാറണം എന്നതിനെക്കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയുന്ന ആൾക്കാർ അഭിപ്രായം പറയും. കോൺഗ്രസിൻ്റെ വക്താക്കൾ തന്നെ, അത് ടെലിവിഷൻ ചർച്ചകളിലെ വക്താക്കൾ തന്നെ സോഷ്യൽ മീഡിയയിൽ വന്ന് നേരിട്ട് അടിയുണ്ടാക്കുകയും ചെയ്യുകയാണ്. ഒരു ക്രൈസിസ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, അത് ആ GP നിയമനമായ ഡിസ്കഷനിലേക്കും പോകുന്നു. VD സതീശൻ എന്ന് പറഞ്ഞ ആൾ മതനിരപേക്ഷതയുടെ എക്കാലത്തെയും കറപുരളാത്ത നേതാവായിരിക്കും എന്ന് വിചാരിച്ച് അദ്ദേഹത്തെ പിന്തുണച്ച സെക്യുലർ സൊസൈറ്റിക്കകത്തെയും ഒരു വിഭാഗം ആളുകൾ എന്തിനാണ് ആ GP നിയമിക്കുമ്പോൾ ആ സൂക്ഷ്മത ഇല്ലാത്തതെന്ന ചോദ്യം ചോദിക്കുന്നുണ്ട്. സോ എനിക്ക് തോന്നുന്നത് VD സതീശനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ വലിയ പാരാവാരം പോലത്തെ സപ്പോർട്ട് ബേസിനകത്ത് ചെറിയ ഇളക്കം ഉണ്ടായിട്ടുണ്ട്. ആ ഇളക്കം അദ്ദേഹത്തിൻ്റെ ആഭ്യന്തര രാഷ്ട്രീയ ശത്രുക്കൾക്ക് വേണമെങ്കിൽ വികസിപ്പിക്കാൻ കഴിയുന്നതാണ്. ആ സൂക്ഷ്മത ഇപ്പുറത്ത് ഇതിൻ്റെ ഭാഗത്തുണ്ടാവണം. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ്. എന്നെ ഹിന്ദു ഐക്യവേദി കാണാൻ വരുമ്പോൾ ഞാൻ അവരെ കാണാൻ പറ്റില്ലെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ഞാൻ എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ്. എല്ലാവരുടെയും മുഖ്യമന്ത്രിയായ ഒരാൾ അലോഷ്യസ് സേവറിൻ്റെ മുഖ്യമന്ത്രിയല്ലേ? അലോഷ്യസ് സേവർ അദ്ദേഹത്തിന് മുന്നേ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് കൈ കൊടുക്കാതെ മുഖം മാറ്റി പോകുന്നത് മുഖ്യമന്ത്രിയുടെ ക്വാളിറ്റി അല്ല. പാർട്ടി സംസ്ഥാന സെക്രട്ടറി, പ്രസിഡന്റിൻ്റെയൊക്കെ ക്വാളിറ്റി ആയിട്ട് വേണം അതിനെ എടുക്കാം. പക്ഷേ മുഖ്യമന്ത്രിയാകുമ്പോൾ അദ്ദേഹത്തിന് ആ ബാധ്യതയുണ്ട്. അലോഷ്യസ് സേവർ അല്ല, വേറെ ഒരു സാധാരണ ഒരു മനുഷ്യനായാൽ പോലും അത് ഒരു സീരിയസ് ആയിട്ടുള്ള പ്രശ്നം സർക്കാരുമായി ബന്ധപ്പെട്ട് ഉയർത്തിയാൽ അതിനോട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അവരോട് സംസാരിക്കാനുള്ള ബാധ്യതയുണ്ട്.
ഞാൻ മുഖ്യമന്ത്രിയുടെ ക്വാളിറ്റീസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണെന്ന് ഇന്നലെ പറയുകയും അതിൻ്റെ പിറ്റേന്ന് അലോഷ്യസ് വരുമ്പോൾ മുഖം തിരിച്ച് കളയുകയും ചെയ്യുന്നത് മുഖ്യമന്ത്രി പദവിയിലാണ് ഇപ്പോൾ അദ്ദേഹം ഇരിക്കുന്നതെന്നും മുഖ്യമന്ത്രി പദവി പറയുമ്പോൾ പാർട്ടിയുടെ ഒരു സുപ്രീമോ ലെവലിലാണ് ഇപ്പോൾ അദ്ദേഹം പെരുമാറുന്നത്, വേറെ ആരുമില്ല. ആ ഒരു സംഗതി അദ്ദേഹം അദ്ദേഹം മെയിൻറ്റെയിൻ ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഉള്ള കുഴപ്പമെന്ന് ചോദിച്ചാൽ കോൺഗ്രസ് ആണ് പാർട്ടി, അതിന് ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് വലിയ വികാസങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന പാർട്ടിയാണ്. സോ അത് എക്സ്പെക്ട് ചെയ്യേണ്ടി വരും. ഈ വി ഡി സതീശൻ ഒരു തന്നിഷ്ടക്കാരനാണ് എന്നുള്ള പ്രതീതി ഉണ്ടായിട്ടുണ്ടോ? കാരണം ഈ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ കേസിൽ അദ്ദേഹത്തിൻ്റെ നിലപാട് ഒറ്റയ്ക്കെടുത്ത നിലപാടാണ്, എക്സൈസ് മന്ത്രി പോലും അറിഞ്ഞിട്ടില്ല എന്നുള്ളൊരു തർക്കം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വിഷയത്തിലും അതുപോലെ തന്നെ അത് ഒറ്റയ്ക്കെടുത്തു എന്നുള്ള ആരോപണമാണ് പാർട്ടിയുടെ ഒരു വിഭാഗം ഉന്നയിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഒരു കപ്പൽ നിർമ്മാണശാല ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട് 10,000 കോടിയുടെ നിക്ഷേപം ടാറ്റ കൊണ്ടുവരുമെന്ന് അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നു. പക്ഷേ പിന്നീട് ഇന്ന് അത് വിഴുങ്ങേണ്ടി വരുന്ന സാഹചര്യം വരുന്നു. അങ്ങനെ വി ഡി സതീശൻ പല കാര്യങ്ങളിലും സ്വന്തം ഇഷ്ടപ്രകാരം തീരുമാനങ്ങളിലേക്ക് പോകുന്നു എന്നുള്ള പ്രതീതി മൊത്തത്തിൽ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയല്ല, ഇതിൽ നമ്മൾ അടിസ്ഥാനമായി മനസ്സിലാക്കേണ്ട കാര്യം, കേരളത്തിൽ ഒരുപാട് കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട്. അതിലാകെ 2 ആളുകളെ 5 വർഷം പൂർത്തിയാക്കിയിട്ടുള്ളൂ. അത് കെ കരുണാകരനും ഉമ്മൻചാണ്ടിയും. അതും അവർ ഒന്നിൽ കൂടുതൽ തവണ മുഖ്യമന്ത്രി ആയിട്ടുണ്ട്. പക്ഷേ അവർ 5 വർഷം പൂർത്തിയാക്കിയ ഒരു തവണയെ കരുണാകരൻ 5 വർഷം പൂർത്തിയാക്കിയുള്ളൂ, ഉമ്മൻചാണ്ടി പൂർത്തിയാക്കി. ആർ ശങ്കർ ഒറ്റയ്ക്ക് ഭൂരിപക്ഷമായിട്ട് അധികാരത്തിൽ വന്ന കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിന് 5 വർഷം പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല. അത് കോൺഗ്രസിൻ്റെ കേരളത്തിലെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. എന്തുകൊണ്ടാണ് 5 വർഷം പൂർത്തിയാക്കാൻ പറ്റാതെ പോയത്? കോൺഗ്രസ് മുഖ്യമന്ത്രിമാർക്ക് ഭൂരിപക്ഷം കുറഞ്ഞുകൊണ്ടാണോ? അല്ല. അവരുടെ പാർട്ടിയിൽ MLA മാർ ഡിഫക്റ്റ് ചെയ്ത് അപ്പുറത്ത് പോയിട്ടാണോ? അതൊന്നുമല്ല. അവിശ്വാസ വോട്ടെടുപ്പൊന്നുമല്ല. പാർട്ടിക്കകത്തുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ്. ഈ പറയുന്ന ആഭ്യന്തരമായിട്ടുള്ള ശൈഥില്യങ്ങൾ ഉണ്ടാകുക, ടേം കഴിയുന്നതിന് മുഖ്യമന്ത്രിമാർ മാറുക എന്നൊക്കെ പറയുന്ന സംഗതികളുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ വി ഡി സതീശൻ മുഖ്യമന്ത്രിയായിട്ട് ഇന്നേക്ക് 61 ദിവസമായിട്ടേ ഉള്ളൂ. അപ്പോൾ 61 ദിവസമാകുമ്പോഴേക്ക് ഉണ്ടാകാവുന്ന വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് കോൺഗ്രസിൻ്റെ നമ്മൾ പഴയ ഇതൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ നിഷാദ് പറഞ്ഞവർ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് വി ഡി സതീശൻ ഇങ്ങനെയൊക്കെ ബഹളം ഉണ്ടാക്കിയ ആളാണ്. അതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതെന്തോ വലിയ സംഭവം സംഭവിക്കുകയാണ് എന്ന് നമ്മളാരും വിചാരിക്കേണ്ട. കോൺഗ്രസ് സംസ്കാരത്തിൽ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരായിട്ടുണ്ടായിരുന്ന മന്ത്രിസഭ ഉണ്ടായിരുന്ന കാലത്തെല്ലാം ഇതേക്കാളൊക്കെ വലിയ ബഹളങ്ങളുണ്ടായിട്ട് പലതും തിരുത്തൽവാദി എന്നൊക്കെ ഓർമ്മയുണ്ടോ? നമ്മളൊക്കെ പത്രം വായിച്ചു കൊടുക്കുമ്പോഴുള്ള സംഭവമായിരുന്നു തിരുത്തൽവാദി ഗ്രൂപ്പ്. ആരൊക്കെയായിരുന്നു? ഷാനവാസ്, കാർത്തിക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ പല പരിപാടികളുണ്ട്. അപ്പോൾ അതൊക്കെ ആയിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇതെന്തോ മഹാസംഭവം, ഇതെന്തോ വലിയ കുഴപ്പമുണ്ടാകുകയാണ് എന്ന് നമ്മൾ അങ്ങനെ ഒരു നിഗമനത്തിലെത്തുകയാണെങ്കിൽ അത് കോൺഗ്രസ് രാഷ്ട്രീയത്തെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണ്. പിന്നെ ഇപ്പോൾ ഉണ്ടായൊരു സംഗതി, ഈ GP നിയമനം എന്ന് പറഞ്ഞാൽ എത്ര GP മാരാണുള്ളത്? 100-ലേറെ GP മാരുണ്ടെന്ന് തോന്നുന്നില്ല. ഡസൻ കണക്കിന് GP മാർ എന്തായാലും ഉണ്ട്. അതിലൊരു GP നിയമനവുമായി ബന്ധപ്പെട്ടാണ് ഈ വാദം. അപ്പോൾ അതിൽ മുഖ്യമന്ത്രി പറയുകയാണ് ലോയേഴ്സ് കോൺഗ്രസിൻ്റെ ശുപാർശയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മറ്റൊന്ന് ഇന്നിപ്പോൾ വെളിപ്പെട്ടു, ഡീൻ കുര്യാക്കോസിൻ. ഇപ്പം അലോഷ്യസ് സേവ്യർ പ്രധാനമായി ഉന്നയിച്ചത് SFIക്കാരായിട്ടുള്ള ഡിയോണയെ GP ആക്കിയതിനെ കുറിച്ചാണ്. അത് കോൺഗ്രസിൻ്റെ ഒരു MP ആണ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നതെന്ന് ആ MP തന്നെ പറയുകയാണ്. അപ്പോൾ ഈ മറ്റേതാണ് ലോയേഴ്സ് കോൺഗ്രസിൻ്റെ ശുപാർശയിലുണ്ട്. അപ്പോൾ വി ഡി സതീശൻ എന്ത് ചെയ്യാണ് നോക്കൂ, ലോയേഴ്സ് കോൺഗ്രസിൻ്റെ പോഷക സംഘടനയുള്ള ലോയേഴ്സ് കോൺഗ്രസിൻ്റെ ശുപാർശ പ്രകാരം വന്ന ഒരാളെ ഞാൻ GP ആയിട്ട് ഒപ്പിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിനൊരു എൻ്റെ മേക്കിട്ട് കയറുന്നത് എന്തിനാണ് എന്നാണ് അദ്ദേഹം പുറത്തേക്ക് ചോദിക്കുന്നത്. നിഷാദ് പറഞ്ഞ ആ ഉത്തരം ആർക്കുള്ള ഉത്തരമാണ്? അത് പൊതുസമൂഹത്തിനുള്ള ഉത്തരമല്ല, അത് അകത്തുള്ളവർക്കുള്ള മറുപടിയാണ്. നിങ്ങൾ ഇത് വെച്ചിട്ടാണ് ബഹളം ഉണ്ടാക്കുന്നതെങ്കിൽ ഇതാണ്ട് ലോയേഴ്സ് കോൺഗ്രസിൻ്റെ ശുപാർശയാണ്. ഓക്കെ, ലോയേഴ്സ് കോൺഗ്രസിൻ്റെ ശുപാർശ തള്ളിയെന്ന് വിചാരിക്കുക, മുഖ്യമന്ത്രി തള്ളിയെന്ന് വിചാരിക്കുക. അപ്പോൾ എന്തായിരിക്കും പ്രതികരണം? ഇത്രയും വലിയ കോൺഗ്രസിൻ്റെ ഒരു പോഷക സംഘടന, അവരുടെ ശുപാർശ അത് സ്വീകരിക്കാൻ പോലും മുഖ്യമന്ത്രി സന്നദ്ധനാവുന്നില്ല, അങ്ങനെയും വിമർശനം വരാമല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർക്കുള്ള മറുപടിയാണ്, ഞാനിത് ഒറ്റയ്ക്കെടുത്ത തീരുമാനമല്ല, ഇതെൻ്റെ തീരുമാനമല്ല, കോൺഗ്രസ് പോഷക സംഘടനയായിട്ടുള്ള ലോയേഴ്സ് കോൺഗ്രസിൻ്റെ ശുപാർശയിൽ വന്നിട്ടുള്ള ഒരു കാൻഡിഡേറ്റാണ്. ആ കാൻഡിഡേറ്റിനെ നിയമിച്ചു, അത്രേ ചെയ്തിട്ടുള്ളൂ. പൊതുസമൂഹത്തിന് നിശ്ചയമായിട്ട് ചോദിക്കാം എങ്ങനെയാണ്. ഇപ്പോൾ KSUക്കാർക്ക് ചോദിക്കാം, അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഞങ്ങൾ തല്ലുകൊള്ളുമ്പോൾ വരാന്തയിൽ നോക്കി നിന്ന് ചിരിച്ച ആളാണെന്നാണ് അവരെല്ലാവരും എഴുതിയിരിക്കുന്നത്. തിരുവനന്തപുരത്തെ ലോ കോളേജ് ഞങ്ങൾക്ക് തല്ല് കിട്ടുമ്പോൾ വരാന്തയിലിരുന്ന് അത് നോക്കി ചിരിച്ച ആൾ ഇപ്പോൾ GP ആയിരിക്കുന്നു. ഈ ABVPയിൽ പ്രവർത്തിച്ച ആൾ, അത് ലോയേഴ്സ് കോൺഗ്രസിൻ്റെ
ശുപാർശയാണ് എന്ന് വി ഡി സതീശന് പറയാം. അത് പാർട്ടിക്കകത്ത് ബഹളം ഉണ്ടാക്കുന്നവർക്കുള്ള മറുപടിയാണ്, അത് പെർഫെക്റ്റായിട്ടുള്ള മറുപടിയാണ്. പക്ഷേ വി ഡി സതീശൻ ജയിപ്പിച്ചത് പാർട്ടിക്കാരല്ലല്ലോ. പാർട്ടിക്കാർ മാത്രം വോട്ട് ചെയ്തിട്ടല്ല വി ഡി സതീശൻ ജയിച്ചിരിക്കുന്നത്. വി ഡി സതീശൻ ജയിച്ചിരിക്കുന്നത് എന്താണ്? പിണറായി വിജയൻ മോശം ഗവേണൻസ് ഉണ്ടായതുകൊണ്ടോ, പിണറായി വിജയൻ പാലം ഉണ്ടാക്കാത്തതുകൊണ്ടോ, പിണറായി വിജയൻ ക്ഷേമപെൻഷൻ കൊടുക്കാത്തതുകൊണ്ടോ ഒന്നുമല്ല. പിണറായി വിജയൻ ഉയർത്തിപ്പിടിക്കേണ്ട രാഷ്ട്രീയം കോംപ്രമൈസ് ചെയ്തുകൊണ്ടാണ്. കോംപ്രമൈസ് ചെയ്തു. അങ്ങനെ കോംപ്രമൈസ് ചെയ്തപ്പോൾ അപ്പുറത്ത് നിന്ന് അതിനെതിരെ ഫൈറ്റ് ചെയ്യുന്നതിൽ ലീഡിങ് റോളിലുണ്ടായിരുന്നു വി ഡി സതീശൻ. ഞാനിതിനെതിരാണ് എന്ന സമീപനം അദ്ദേഹം സ്വീകരിച്ചു. അതുകൊണ്ട് ഈ രാഷ്ട്രീയത്തെ എതിർക്കുന്ന മനുഷ്യർ അദ്ദേഹത്തിൻ്റെ പിറകിൽ നിന്നു. അദ്ദേഹത്തിന് വേണ്ടി സിന്ദാബാദ് വിളിച്ചു, അദ്ദേഹത്തിന് വോട്ട് ചെയ്തു, വിജയിച്ചു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം മുഖ്യമന്ത്രി ആവില്ല എന്ന് കണ്ടപ്പോൾ വീണ്ടും ആളുകൾ തെരുവിലിറങ്ങി അല്ലേ. അങ്ങനെ മുഖ്യമന്ത്രിയായ ഒരാളാണ് വി ഡി സതീശൻ. അപ്പോൾ ആ ഒരു കമ്മിറ്റ്മെൻറ്റ് പാർട്ടിക്ക് മറുപടി പറയാം, പക്ഷേ ഇപ്പുറത്ത് വലിയൊരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ട്. ആ കമ്മിറ്റ്മെൻറ്റ് എങ്ങനെ മീറ്റ് ചെയ്യുന്നു എന്നുള്ളത് വി ഡി സതീശൻ പരിശോധിക്കേണ്ട കാര്യമാണ്. ഇവിടെ ഈ പ്രശ്നങ്ങൾ വേറെ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നിഷാദ് പറഞ്ഞ പോലെ KPCC എന്ന് പറയുന്ന പരിപാടി ഇപ്പം ഇല്ല. ഇന്ദിരാഭവനിൽ ആളുണ്ടോ? ഇന്ദിരാഭവനിൽ ആളില്ല. ആളുകൾ മുഴുവൻ സെക്രട്ടേറിയറ്റിൽ കുമിഞ്ഞുകൂടിയിരിക്കുകയാണ്, കതർധാരികളെല്ലാം. KPCC ഇല്ല. വി ഡി സതീശൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി ഡി സതീശന് മാത്രം ഈ മന്ത്രിസഭയുടെ തന്നെ പ്രശ്നം മനസ്സിലാക്കുക. നേരത്തെ മുമ്പ് മന്ത്രിമാരായി പരിചയമുള്ള ആളുകൾ ആരാ ഇതിലുള്ളത്? കുഞ്ഞാലിക്കുട്ടി, മോൻസ് ജോസഫ്, അനൂപ് ജേക്കബ്, അനിൽകുമാർ, പിന്നെ കുറച്ച് ദിവസം ഏതാനും ആഴ്ചകൾ മുരളീധരൻ, ഷിബു ബേബി, പിന്നെ ഈ ഇദ്ദേഹം നമ്മുടെ രമേശ് ചെന്നിത്തല. കോൺഗ്രസ്സുകാരായിട്ടുള്ള നേരത്തെ മന്ത്രിയായിട്ട് പരിചയമുള്ള ആളുകൾ ആരാന്ന് ചോദിച്ചാൽ അനിൽകുമാറും രമേശ് ചെന്നിത്തലയും തന്നെയുള്ളൂ. ഇദ്ദേഹം ആദ്യമായിട്ടാണ് മന്ത്രിസഭ, മുഖ്യമന്ത്രി തന്നെ ആദ്യമായിട്ടാണ് മന്ത്രിസഭയിൽ. അപ്പം വലിയ പരിചയസമ്പത്ത് ഇല്ലാത്ത ആളുകളാണ് മന്ത്രിസഭയിൽ കൂടുതൽ. മുഖ്യമന്ത്രി അടക്കം നേരത്തെ മന്ത്രിമാരായിട്ടില്ല. കൂടാതെ ഒരു ഗൈഡിങ് ഫോഴ്സ് എന്നുള്ള നിലയ്ക്ക് പാർട്ടിയില്ല. ഏതെങ്കിലും നിലയ്ക്കുള്ള പാർട്ടി എന്നുള്ളൊരു ഡയറക്ഷൻ, ഒരു പോളിസി അഡ്വൈസ്, അങ്ങനെ ഒരു സംഗതിയൊന്നുമില്ല. അപ്പം അത്തരമൊരു സംവിധാനത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാവും. പിന്നെ മുഖ്യമന്ത്രിക്ക് വ്യക്തിപരമായൊരു പ്രശ്നമുണ്ട്, അദ്ദേഹത്തിന് ഗ്രൂപ്പില്ല. ഇത്തരം സംഗതികളൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? ഓരോ ജില്ലയിലും ഓരോ ഡൊമൈനിലും അതിൻ്റെ ഗ്രൂപ്പിൻ്റെ പ്രതിനിധികളുണ്ടാവും. ഓരോ ജില്ലയിലുണ്ടാവും, ഓരോ മേഖലയിലുണ്ടാവും, ഓരോ ഡൊമൈനിലുണ്ടാവും. ഇപ്പോൾ വിദ്യാർത്ഥി സംഘടനാ രംഗത്ത്, യുവജന സംഘടനാ രംഗത്ത്, അഭിഭാഷക സംഘടനാ രംഗത്ത്, അങ്ങനത്തെ ഓരോ ഡൊമൈനിലും ഗ്രൂപ്പുകളുടെ പ്രതിനിധികളുണ്ടാവും. ആ നിലക്കുള്ള കമ്മ്യൂണിക്കേഷൻ വി ഡി സതീശനുണ്ടോ? ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന് ആ നിലക്കുള്ള ഗ്രൂപ്പ് മാനേജർമാർ എവിടെയില്ല. 1-2 ആളുകൾ, ഇപ്പോൾ എറണാകുളത്ത് ഒരാൾ, മലബാറിൽ മറ്റൊരാൾ, അങ്ങനെയൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളുണ്ടാവും. പക്ഷേ സംഘടനാ രംഗത്ത് മൊത്തത്തിൽ നോക്കിയാൽ ഇപ്പോൾ GP നിയമിക്കുമ്പം അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും നിലക്കുള്ള ഒരു നെറ്റ്വർക്കുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അങ്ങനത്തെ ഒരു സംവിധാനമില്ല. അപ്പോൾ അങ്ങനത്തെ ഒരാൾ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയായി വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതും അദ്ദേഹം അനുഭവിക്കുന്നുണ്ട്. പിന്നെയുള്ള പ്രശ്നം ഇതാണ്, ഈ അദ്ദേഹത്തിൻ്റെ പോസ്ചറിങ് അല്ലെങ്കിൽ പെർസെപ്ഷൻ എന്ന് പറയുന്നത്. ഈ പറയുന്ന പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് KSUവിൻ്റെ വിമർശനം, ഈ KSU യൂണിറ്റ് കമ്മിറ്റി ആരാണ് ഇതിൽ അഭിപ്രായം പറയാൻ എന്ന് ചോദിക്കുമ്പോൾ KSU യൂണിറ്റ് കമ്മിറ്റി അഭിപ്രായം പറയണ്ട, അത് ചിലപ്പോൾ സാങ്കേതികമായി ശരിയായിരിക്കും. പക്ഷേ KSU എന്ന് പറയുന്ന പ്രസ്ഥാനം എന്താണ്? ഈ കോൺഗ്രസിൻ്റെ പോഷക സംഘടനയാണ്. അതിൻ്റെ ഒരു യൂണിറ്റ് കമ്മിറ്റി, അതിൻ്റെ യൂണിറ്റ് കമ്മിറ്റിക്ക് പോലും വിലയുണ്ട്, ഞാൻ അതുപോലും പരിഗണിക്കുന്നു എന്നൊരു മെസ്സേജ് കൊടുക്കുകയായിരുന്നു മുഖ്യമന്ത്രി ചെയ്തതെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ പ്രശ്നം ഇത്ര ഉണ്ടാകുമായിരുന്നില്ല. അത് ഉണ്ടാകുമായിരുന്നില്ല മാത്രമല്ല അവർ കൂടെ നിൽക്കും. അത് എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ മുഖ്യമന്ത്രിയായതിനു ശേഷമുള്ള പത്രസമ്മേളനങ്ങൾ ശ്രദ്ധിക്കുക. ഓരോ പത്രസമ്മേളനം നിങ്ങൾ അതിൻ്റെ ഒരു വിഷ്വൽ ലാംഗ്വേജ് എടുക്കുക. അദ്ദേഹം ഇപ്പോഴും പ്രതിപക്ഷ നേതാവിൻ്റെ പോസ്റ്ററിംഗ് ആണ്. പ്രതിപക്ഷ നേതാവിനെ പോലെ വളരെ അഗ്രസീവായിട്ടാണ് സംസാരിക്കുന്നത്. അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സംസാരിക്കേണ്ട രീതിയുണ്ട്. ഒരു ഫൈറ്ററാണ്, അഗ്രസീവായിട്ട് സംസാരിക്കണം, എപ്പോഴും ഭരണത്തെ വിമർശിച്ചു കൊണ്ടിരിക്കുക, അറ്റാക്കിംഗ് മോഡിൽ നിൽക്കേണ്ട ഒരാളാണ്. പക്ഷേ അത് വിട്ട് ഇപ്പോൾ റൂളറാണ്, അഡ്മിനിസ്ട്രേറ്ററാണ്, ഭരണാധികാരിയാണ്. ഒരു ഭരണാധികാരിയെ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ എന്ന് മാറി ഭരണാധികാരിയായ വി ഡി സതീശൻ്റെ ആ ഒരു പബ്ലിക് പോസ്റ്ററിങ്ങിലേക്ക് അദ്ദേഹം ആ ഒരു ട്രാൻസ്ലേഷൻ നടന്നു കഴിഞ്ഞാൽ, ആ ഒരു മൈഗ്രേഷൻ നടന്നു കഴിഞ്ഞിട്ടില്ല. ഇവർ രണ്ടുപേരും അപ്പുറത്തും ഇപ്പുറത്തും. അതെ അത് കറക്റ്റ് കേട്ടോ. അപ്പുറത്താളും മൈഗ്രേറ്റ് ചെയ്തിട്ടില്ല. അദ്ദേഹം ഡൽഹിയിലൊക്കെ കാണിച്ചാണ്ടല്ലേ, പഴയ രാജാവ് തന്നെയാണ്. അപ്പോൾ ആ ഒരു മൈഗ്രേഷൻ നടക്കണം. അദ്ദേഹത്തിൻ്റെ മീഡിയ മാനേജേഴ്സ് അത് പറഞ്ഞു കൊടുക്കണ്ടോ എനിക്കറിയില്ല. അത് നൗഫല് ഈ മുഖ്യമന്ത്രിന് ശേഷമുള്ള പത്രസമ്മേളനങ്ങളെല്ലാം എടുത്തു നോക്കും. ഇപ്പോഴും അദ്ദേഹം ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള ആ ഒരു പോസ്റ്ററിങ്ങിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്.
ഒരു നേതൃബിംബത്തിൻ്റെ രൂപീകരണം അല്ലെങ്കിൽ നേതാവിൻ്റെ ഫോമേഷൻ എന്നൊക്കെ പറയുന്നത് റൂളറുടെ അഡ്മിനിസ്ട്രേറ്ററുടെ ഇപ്പോൾ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു രണ്ടാമതും വിജയിക്കാൻ സാധിക്കുന്നതിന് മുഖ്യമന്ത്രി ആയത് എന്താണ്? വൈകുന്നേരത്തെ പത്രസമ്മേളനങ്ങളാണ്. ഒരു ബെനവലൻറ്റ് അങ്കിൾ ഈസ് ദെയർ, എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു അങ്കിൾ ഈസ് ദെയർ എന്ന് പറയുന്ന ഒരു ഫീല് നമ്മുടെ വീടിനകത്തേക്ക് വിടുകയായിരുന്നു. കാരണം ആളുകൾ വീടിനകത്ത് നിൽക്കുകയാണ്, പുറത്തു പോകുന്നില്ല. ടെലിവിഷന് മുമ്പിൽ, സ്ക്രീനിന് മുമ്പിലാണ് ആളുകളുടെ സമയം. ആ കാലം ഓർമ്മയില്ലേ? അപ്പോൾ വൈകുന്നേരം വരികയാണ്, അങ്കിൾ പറയാണ്. ആ ഒരു ഇമേജറി ഉണ്ടല്ലോ, അതുണ്ടാക്കുന്ന ആളുകളിൽ കൊടുക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഈ ലീഡർഷിപ്പ് ബിൽഡിംഗ് എന്ന് പറയുന്നത് ഇത്തരം ഇമേജറികളിലൂടെയാണ് പ്രത്യേകിച്ച് നമ്മൾ ഇന്നൊരു വിഷ്വൽ കൾച്ചറിൽ ജീവിക്കുന്ന ഒരു കാലത്ത്. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ സംസാരം, അദ്ദേഹത്തിൻ്റെ ഭാഷ, ഉപയോഗിക്കുന്ന പദങ്ങൾ, അതെല്ലാം പഴയ കോൺഗ്രസ് ഗ്രൂപ്പിസ കാലത്ത് വാട്സപ്പ് ഇല്ലായിരുന്നു, ഓർക്കണം. വാട്സപ്പുള്ള വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ വലിയ തോതിൽ നടക്കുന്ന ഈ കാലത്ത് എങ്ങനെ സംസാരിക്കുന്നു എന്നുള്ളതും എന്താണ് തൻ്റെ പോസ്റ്ററിങ് എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതില്ലാതായിപ്പോയാൽ ഉണ്ടാകുന്ന അസ്വാരസ്യങ്ങൾ, അതാണ് നമ്മൾ കാണുന്നത്. ഒരു കാര്യം ഞാൻ പറയാം, ഈ 5 വർഷം ഇങ്ങനെയൊക്കെയാണെങ്കിലും 5 വർഷം പൂർത്തിയാകുന്ന കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെ പട്ടികയിൽ വി ഡി സതീശൻ ഉണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. പ്രവചനം. ഏതായാലും മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ ഓരോ വാക്കുകളും അദ്ദേഹത്തിൻ്റെ മുഖഭാവവും നമുക്കറിയാമല്ലോ, പൂക്കി ഭാവമൊക്കെ എത്രത്തോളം വൈറലായി എന്ന് നമുക്കറിയാം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഭാവങ്ങൾ ആളുകൾ സൂക്ഷ്മമായി നോക്കുന്നുണ്ട്. അതിപ്പോൾ KSUക്കാരോട് സംസാരിക്കുമ്പോഴാണെങ്കിലും ബാക്കിയുള്ളവരോട് സംസാരിക്കുമ്പോഴാണെങ്കിലും അത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കുമെന്ന് കരുതുന്നു.